ട്രംപിനായി അധികാരത്തിൽ കയറിയത് മുതൽ നടപ്പിലാക്കുന്ന ഓരോ പദ്ധതികളും നിലവിൽ പ്രാവർത്തികമാകുന്ന തിരക്കിലാണ് ട്രംപും ഭരണകൂടവും. വിദ്യാഭ്യാസം മുതൽ വ്യാപാര മേഖലയിൽ വരെ പരിഷ്കരണം നടത്തിയ ട്രംപ് ഇപ്പോൾ അമേരിക്കയിലെ ഔദ്യോഗിക റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്കായ വോയിസ് ഓഫ് അമേരിക്കയ്ക്ക് നേരെയാണ് പോരാട്ടം നടത്തുന്നത്. US ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന റേഡിയോ ശൃംഖലയാണ് എന്നതുകൊണ്ട് തന്നെ ട്രംപ് ഉന്നയിക്കുന്ന ഈയൊരു ആഹ്വാനങ്ങൾ എന്തായാലും നടപ്പിലാക്കും എന്ന ആശങ്കയാണ് ഇപ്പോൾ വോയിസ് ഓഫ് അമേരിക്കയിലെ ജീവനക്കാർക്ക് നേരെ വെല്ലുവിളിയാകുന്നത്. ട്രംപ് നേരത്തെ നടപ്പിലാക്കിയ ഓരോ പദ്ധതിക്ക് പിന്നിലും വൻ തിരിച്ചടികളാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ട്രംപ് നടപ്പിലാക്കുന്ന പദ്ധതികൾ ഒന്നും തന്നെ ഇരു വിഭാഗത്തിനും സുഖകരമായ ഒന്നായിരുന്നില്ല. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ ഈ ഒരു പദ്ധതികൾ വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ സാരമായി ബാധിച്ചു. കൂടാതെ വ്യാപാര മേഖലയിൽ വരുത്തിയ താരിഫ് വർധന, നാടുകടത്തൽ എന്നിവ വിദേശിയരുടെ ഭാവിയെ ഇല്ലാതാക്കുന്ന രീതിയിലായിരുന്നു ട്രംപിന്റെ പ്രവർത്തനമെന്നാണ് വിദഗ്ധർ ഉന്നയിക്കുന്ന അഭിപ്രായം. എന്നാൽ ഈ പദ്ധതികൾക്കൊക്കെ പിറകിൽ ഇപ്പോൾ വോയിസ് ഓഫ് അമേരിക്കയിലെ ജീവനക്കാർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ട്രംപ്. വോയിസ് ഓഫ് അമേരിക്കയുടെ ജീവനക്കാരെ പിരിച്ചുവിടാൻ ഉത്തരവിറക്കിക്കൊണ്ടാണ് ട്രംപ് ജീവനക്കാർക്ക് നേരെ തിരഞ്ഞത്. കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന വോയിസ് ഓഫ് അമേരിക്കയിലെ ജീവനക്കാരെ മാർച്ച് 31 മുതൽ പിരിച്ചുവിടുന്നതായി അറിയിച്ചുകൊണ്ട് ഞായറാഴ്ച ഇമെയിൽ സന്ദേശവും ട്രംപ് ഭരണകൂടം അയച്ചു. ഇതിന്റെ ഭാഗമായി വോയിസ് ഓഫ് അമേരിക്കയിലെ ഏകദേശം 1300 തൊഴിലാളികളോട് അവധിയിൽ പ്രവേശിക്കാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ എല്ലാ ജോലികളും ഉടനടി നിർത്തണമെന്നും കരാർ ജീവനക്കാർക്ക് ഏജൻസി കെട്ടിടങ്ങളിലേക്കോ സിസ്റ്റങ്ങളിലേക്കോ പ്രവേശിക്കാൻ അനുവാദമില്ലെന്നും ഇമെയിൽ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. റേഡിയോ ഫ്രീ യൂറോപ്പ്, റേഡിയോ ഫ്രീ ഏഷ്യ എന്നിവയ്ക്കൊപ്പം മറ്റ് 6 ഫെഡറൽ ഏജൻസികൾ കൂടി ആതിഥേയത്വം വഹിക്കുന്ന US ഏജൻസി ഫോർ ഗ്ലോബൽ മീഡിയയെ ഇല്ലാതാക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചതിന് ശേഷമാണ് ഈയൊരു നീക്കം. വോയിസ് ഓഫ് അമേരിക്കയുടെ തൊഴിലാളികളിൽ ഭൂരിഭാഗവും കരാറുകാരാണ്. മാത്രമല്ല പല കരാറുകാരും US പൗരന്മാരല്ല എന്നതായിരിക്കാം ഒരുപക്ഷെ ട്രംപിനെ ചൊടിപ്പിച്ചതും. അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ തൊഴിൽ വിസയിൽ തുടരുന്നവർക്ക് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതോടെ ഇവിടെ നിന്നും പോകേണ്ടതായി വരുമെന്നാണ് ട്രംപ് ഇതുവഴി നൽകുന്ന സൂചന. എന്നാൽ വോയിസ് ഓഫ് അമേരിക്കയിലുള്ള മുഴുവൻ സമയ ജീവനക്കാരെ ഉടൻ കമ്പനിയിൽ നിന്ന് ഇതുവരെ പിരിച്ചുവിട്ടില്ലെങ്കിൽ പോലും ഇവരിൽ പലരും ഇപ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് അവധിയിൽ തുടരുന്നവരാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. കൂടാതെ US AGM ഡയറക്ടർ മൈക്കിൾ അബ്രോസ്മെന്റിന്റെ അഭിപ്രായത്തിൽ വോയിസ് ഓഫ് അമേരിക്കയിലെ മുഴുവൻ ജീവനക്കാരെയും അഡ്മിനിസ്ട്രേറ്റീവ് അവധിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. ലോകമെമ്പാടുമുള്ള US നയതന്ത്രത്തിന്റെ ഒരു വിഭാഗമായാണ് വോയിസ് ഓഫ് അമേരിക്കയെ കാണുന്നത്. എതിരാളികൾ അമേരിക്കയ്ക്കെതിരായി നടത്തുന്ന പ്രചരണങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ ആഭ്യന്തര വാർത്തകൾ വിദേശ വാർത്തകൾക്ക് നൽകുന്നതിനായി ഇത് സംപ്രേഷണം ചെയ്യുന്നു. കൂടാതെ 83 വർഷത്തിനിടെ ആദ്യമായി ചരിത്രപ്രസിദ്ധമായ വോയിസ് ഓഫ് അമേരിക്ക നിശബ്ദമാക്കപ്പെടുന്നുവെന്നും അദ്ദേഹം നേരത്തെ അഭിപ്രായപ്പെട്ടു. യഥാർത്ഥത്തിൽ എന്താണ് വോയിസ് ഓഫ് അമേരിക്ക? അന്താരാഷ്ട്ര പ്രേക്ഷകർക്കായി ടെലിവിഷൻ, റേഡിയോ, ഡിജിറ്റൽ വാർത്താ ഉള്ളടക്കം നിർമ്മിക്കുന്ന ഒരു സർക്കാർ ധനസഹായമുള്ള മാധ്യമ ശൃംഖലയാണ് വോയിസ് ഓഫ് അമേരിക്ക. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് നാസി പ്രചരണത്തെ ചെറുക്കുന്നതിനായി 1942 സ്ഥാപിതമായതാണിത്. കൂടാതെ ഈ ഒരു ഗ്രൂപ്പിൽ 3500 തൊഴിലാളികളെ നിയമിക്കുന്നു. അതുകൊണ്ട് തന്നെ 2024 $886 മില്യൺ ബജറ്റിൽ ഇത് പ്രതീക്ഷിക്കാമെന്ന് കോൺഗ്രസിന് നൽകിയ ഏറ്റവും പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ 1941 പേൾ ഹാർബർ ആക്രമണത്തിന് തൊട്ടുമുൻപ് അന്നത്തെ US പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് US ഫോറിൻ ഇൻഫോർമേഷൻ സർവീസ് സ്ഥാപിച്ചു. തുടർന്ന് നാടകകൃത്ത് റോബർട്ട് ഷെർവുഡിനെ അതിന്റെ ആദ്യ ഡയറക്ടറായി നിയമിക്കുകയും ചെയ്തു. അമേരിക്കയുടെ ശബ്ദം എന്ന നിലയിൽ നല്ലതും ചീത്തയുമായ സത്യം കൊണ്ടുവരുന്നുവെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് 1942 ഫെബ്രുവരിയിൽ യൂറോപ്പിലേക്ക് ആദ്യമായി നേരിട്ടുള്ള സംഭാഷണവും നടത്തിയിട്ടുണ്ട്. അതേസമയം വോയിസ് ഓഫ് അമേരിക്കയുടെ ഭാവി വീണ്ടും പ്രതിസന്ധിയിലായതോടെ അതിന്റെ വലുപ്പം കുറയ്ക്കുന്നത് അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് ദോഷം ചെയ്യുമെന്ന് വിദേശനയ വിദഗ്ധരും മാധ്യമ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാലും ഈ ഒരു തീരുമാനത്തിൽ നിന്ന് മുന്നോട്ടു പോകാൻ ട്രംപ് തയ്യാറല്ല എന്നാണ് വ്യക്തമാക്കുന്നതും. കൂടാതെ റേഡിയോ ഫ്രീ ഏഷ്യ, വോയിസ് ഓഫ് അമേരിക്ക മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ള സർക്കാർ ധനസഹായം വെട്ടിക്കുറയ്ക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനത്തോട് ചൈനീസ് സ്റ്റേറ്റ് മീഡിയ സന്തോഷത്തോടെയാണ് പ്രതികരിച്ചത്. ഇതും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്.
ചൈനയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിങ്ങിന്റെ കാര്യത്തിൽ വോയിസ് ഓഫ് അമേരിക്കയ്ക്ക് ഭയാനകമായ ഒരു ട്രാക്ക് റെക്കോർഡാണുള്ളത്. ചൈനയിലെ സിൻജിയാങ്ങിലെ മനുഷ്യാവകാശങ്ങളെ കളങ്കപ്പെടുത്തുന്നത് മുതൽ ദക്ഷിണ ചൈന കടലിലെ തർക്കങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് വരെ പ്രശ്നങ്ങളിലും ചൈനയെക്കുറിച്ച് പരിഹസിച്ചുകൊണ്ട് നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പത്രമായ ബീജിംഗ് ഡെയിലിയും വെട്ടിക്കുറയ്ക്കലിനെ പ്രശംസിച്ചുകൊണ്ട് ഒരു കോളം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.